നാളെ എക്സാം എഴുതാൻ പോകുന്നവർ പ്രധാനമായും നോക്കേണ്ട ഒരു ഏരിയയാണ് 16ാമത്തെ കേരള നിയമസഭ. ഈ കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് നടന്നത്? 17ാമത്തെ തിരഞ്ഞെടുപ്പാണ് നടന്നത്. നിലയിൽ വന്ന നിയമസഭ 16ാമത്തെ നിയമസഭയാണ്. തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-നാണ്. സത്യപ്രതിജ്ഞ നടന്നത് 2026 മെയ് 17-നാണ്. സത്യപ്രതിജ്ഞ 2026 മെയ് 18-ന്. തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന ചോദ്യം കഴിഞ്ഞ ഒരു പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് 2026 ഏപ്രിൽ 9-ആണ്. സത്യപ്രതിജ്ഞയാണെങ്കിൽ മെയ് 18. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോട് ജയിച്ചത് പി കുഞ്ഞാലിക്കുട്ടിയാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തോട് ജയിച്ചത് സി രവീന്ദ്രനാണ്. പിന്നെ വനിതാ പ്രാതിനിധ്യമാണ്. എത്ര വനിതകളാണ് ഈ വട്ടമുള്ളത്? 11 പേരാണ്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സ്പീക്കറാണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രോടൈം സ്പീക്കർ ജി സുധാകരനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. ഇത് മൂന്നും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പോകണം. ഇനി നമുക്ക് മന്ത്രിമാരും അവരുടെ പ്രധാന വകുപ്പുകളും ഒന്ന് നോക്കാം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. 24ാമത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ധനകാര്യം, നിയമം, തുറമുഖം, പൊതുഭരണം, ശാസ്ത്ര സാങ്കേതിക മേഖല. ഇതിനകത്ത് നിയമമാണ് ഒരു പ്രിലിംസ് ഘട്ടത്തിന് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കുക. നിയമം, ധനകാര്യം, തുറമുഖം, പൊതുഭരണം, ശാസ്ത്ര സാങ്കേതിക മേഖല. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ. കെ മുരളീധരൻ ആരോഗ്യം, ആയുഷ്, ദേവസ്വം. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻറ്റ് കാര്യം. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, ഖനനം ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ്. എ പി അനിൽകുമാർ റവന്യൂ ആണ്. എം ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. എം ലിജു സഹകരണം, എക്സൈസ്. ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമം, തൊഴിൽ, ക്ഷീരവികസനം. ഡി സിദ്ദിഖ് കൃഷി. പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, ടൂറിസം, സിനിമ. ഒ ജെ ജനീഷ് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, മൃഗശാല. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം. കെ എം ഷാജി തദ്ദേശീയ സ്വയംഭരണം. പി കെ ബഷീർ പൊതുമരാമത്ത്. വി ജി അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹിക നീതി. അനൂപ് ജേക്കബ് ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഷിബു ബേബി ജോൺ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം. സി പി ജോൺ ഗതാഗതം. മോൻ ജോസഫ് ജലസേചനം, ഭവന നിർമ്മാണം. ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഈ നടന്ന 4 ഘട്ടങ്ങളും ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ചിലതിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പോകണം. ഉറപ്പായിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നോക്കാതെ പോകരുത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പുരസ്കാരങ്ങൾ. നമുക്ക് പെട്ടെന്ന് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചത്. 2024 എങ്കിൽ NS മാധവനാണ്. 2025 വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛനാണ്. 2024 അശോകൻ ചെരുവിലാണ്. ഓടക്കുഴൽ അവാർഡ് ഈ ഒരു ചോദ്യം ഓടക്കുഴൽ അവാർഡ് ചോദ്യം 2 ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. മറന്നു പോകരുത്. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ഇ പി രാജഗോപാലാണ്. ഉൾക്കഥയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഉൾക്കഥയാണ് അദ്ദേഹത്തിന് ലഭിച്ച ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി. 2024 കെ അരവിന്ദാക്ഷനാണ്. ഹരിവരാസന പുരസ്കാരം 2026 ഹരിവരാസന പുരസ്കാരം വെച്ച് തിരുവിഴ ജയശങ്കറിനാണ്. 2025 കൈതപ്രം ദാമോദര നമ്പൂതിരിക്കാണ്. ജ്ഞാനപീഠ പുരസ്കാരം ആർ വൈരമുത്തുവിനാണ് 2026 ലഭിച്ചത്. 2025 വിനോദ് കുമാർ ശുക്ല ആണ് 2025 ലഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നോക്കിയിട്ട് പോവുക. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രിലിംസ് ഘട്ടത്തിൽ.